കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡിന്റെ ഭാഗമായി കൊട്ടിയൂർ അമ്പായത്തോടിൽ നിന്ന് മട്ടന്നൂർ വരെയുള്ള 4-വരി പാതയുടെ സാമൂഹിക ആഘാത പഠനം ആരംഭിച്ചു. ലാൻഡ് അക്വിസിഷൻ വിഭാഗത്തിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. ഇതിനായി കൺസൾട്ടൻസിയെ നിയോഗിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന VK കൺസൾട്ടൻസിയാണ് കൊട്ടിയൂർ അമ്പായത്തോടിൽ നിന്ന് മട്ടന്നൂർ വരെയുള്ള 4-വരി പാതയുടെ സാമൂഹികാഘാത പഠനം നടത്തുന്നത്. ലാൻഡ് അക്വിസിഷൻ വിഭാഗത്തിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരാണ് പഠനത്തിന് നേതൃത്വം നൽകുന്നത്. സംഘം സർവേ നടത്തിയ പ്രദേശങ്ങൾ സന്ദർശിച്ചു. തുടർന്ന് റോഡിനായി ഭൂമിയും വീടും കെട്ടിടങ്ങളും വിട്ടുകൊടുക്കുന്നവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഭൂമി വിട്ടുകൊടുക്കുന്നതിലൂടെ ഓരോ കൈവശക്കാരനും ഉണ്ടാകുന്ന നഷ്ടം എത്രയെന്ന് തിട്ടപ്പെടുത്തും. ഇത് സംബന്ധിച്ച് കരട് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലെ നടപടികൾ തുടങ്ങുന്നത്. തയ്യാറാക്കുന്ന കരട് റിപ്പോർട്ട് എല്ലാ പഞ്ചായത്തുകളിലും പ്രദർശിപ്പിക്കും. അതിൽ വീണ്ടും പരിശോധനകളും അഭിപ്രായ രൂപീകരണവും നടത്തി വിവിധ വകുപ്പുകൾക്ക് കൈമാറും. തുടർന്ന് സ്ഥലം വിട്ടു നൽകുന്നവരുടെ യോഗം വിളിച്ചു ചേർത്ത് അഭിപ്രായ രൂപീകരണവും നടത്തും. അതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. ഗവൺമെന്റ് ലാൻഡ് അക്വയർ ചെയ്യുമ്പോൾ 2013 ആക്ട് പ്രകാരമാണ് നമ്മൾ ലാൻഡ് അക്വയർ ചെയ്യുന്നത്. ആ ആക്ട് പ്രകാരം നമ്മൾ ലാൻഡ് അക്വയറിന് മുമ്പായിട്ട് ഒരു സ്റ്റഡി നടത്തേണ്ട കാര്യമുണ്ട്. അതായത് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് സ്റ്റഡി, സാമൂഹിക പ്രത്യാഘാത പഠനം. അത് ചെയ്യുന്നത് ഗവൺമെൻറ് എംപാനൽ ചെയ്തിരിക്കുന്ന ഏജൻസിയിൽ ഏതെങ്കിലും ഒരു ഏജൻസി ആയിരിക്കും. അങ്ങനെ എംപാനൽ ചെയ്തിരിക്കുന്ന ഒരു ഏജൻസിയാണ് കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയുള്ള VK കൺസൾട്ടൻസി സെൻറ്റർ. ആ ഏജൻസിയുടെ ചെയർമാനാണ് ഞാൻ കോഴിക്കോട് കളക്ടറിൽ നിന്നും ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്ത കക്ഷി. ഞങ്ങൾ ചെയ്യുന്നത് ഈ അലൈൻമെൻറ്റ് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അതായത് തുടക്കം മുതൽ അവസാനം വരെ ഉള്ള അലൈൻമെൻറ്റ് ഒന്ന് പരിശോധിക്കുക. അതിനുശേഷമാണ് ഞങ്ങൾ ബന്ധപ്പെട്ട കക്ഷികൾ ആൾക്കാരൊക്കെ ഓരോ ഓക്യുപ്പൻസിനെയും കണ്ടിട്ട് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. VK കൺസൾട്ടൻസി ചെയർമാൻ VK ബാലൻ, റോഡ് ഫണ്ട് ബോർഡ് ഓവർസിയർ K ഡിജേഷ്, ലാൻഡ് അക്വിസിഷൻ റവന്യൂ ഇൻസ്പെക്ടർ MJ ഷിജോ തുടങ്ങിയവർ പഠനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.